ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളിൽ അറസ്റ്റിലായ സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ റിപ്പോർട്ട് കണ്ടതാണ്. എന്നാൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ ആക്രമണവും ഒപ്പം തന്നെ അവർ നൽകിയ പരാതിയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അവിടെ ഉണ്ടായത്. അവിടെ മാത്രമല്ല, നമ്മുടെ നാട്ടിലും ബജ്രംഗ് ദൾ കൊലവിളി നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നു. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി വിശദമായി കടക്കുന്നത്. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്ന് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തി ബജ്രംഗ് ദൾ പ്രവർത്തകർ. പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൗണിൽ വെച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. എന്തെങ്കിലും നടത്തുന്നുണ്ടോ അവിടെ? ഉണ്ടോ ഇല്ല അത് പറ ചേട്ടൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ മതി. ഇല്ല ഇല്ല. അവിടെ ഈ ആക്ഷൻ സോങ് എന്ത് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നു? യേശുവിന്റെ പേരിൽ. എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകളിൽ കയറി കാലോട്ട് അടിയല്ല? അടിയോട് കാര്യമില്ല. അടിച്ചിടല്ല കാര്യം നമ്മൾ ചോദിച്ചോളൂ. ഇനി ഗെയിംസ് ആൻഡ് ക്വിസ് ആരുടെ പേരിലാണ് ക്വിസ് നടത്തുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നത് സുജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, ഛത്തീസ്ഗഡിലെ സംഭവം അത് വലിയ വിവാദമാവുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ വയനാട്ടിൽ ഇത്തരത്തിലൊരു സംഭവം, അതും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരസ്യ പട്ടാപ്പകലാണ് ഈ ഭീഷണി. അത് കയ്യേറ്റമടക്കമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ അത് വ്യക്തവുമാണ്. ഒരു പാസ്റ്ററെ വടിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയാണ്, വലിയ രീതിയിൽ ആക്രോശിക്കുകയാണ്. എന്താണ് ഈ സംഭവം? കഴിഞ്ഞ ഏപ്രിൽ നടന്ന സംഭവമാണല്ലോ ഇത്. വിവരങ്ങൾ എന്താണ്? പ്രജനത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ എന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ ഒരു ദൃശ്യം. അതായത് ഈ ദൃശ്യം വലിയ രീതിയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടിരുന്നു. ഏപ്രിൽ മാസത്തിലുണ്ടായ സംഭവം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് വയനാട്ടിലാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഹിന്ദു വീടുകളിൽ കയറിയാൽ ആക്രമിക്കുമെന്നടക്കമുള്ള തരത്തിലാണ് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുന്നത്. പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൗണിൽ വെച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. ഈ വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ ക്ഷണിക്കാനാണ് ഇദ്ദേഹം ചെറുകാട് ആദിവാസി ഉന്നതിയിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇതിൽ ഇദ്ദേഹം ഈ ഉന്നതികളിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് പുറത്തുവെച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പ്രചരിച്ചിരുന്നു. വീണ്ടും പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതുമായി പരാതിയില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായത്. ആ പരാതി നൽകാത്തതിനെ തുടർന്നാണ് നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കാതിരുന്നത് എന്നുള്ള സൂചന കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ദൃശ്യം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പ്രജിത്, സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.